നമസ്കാരം. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വർഗീയ പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. CPM സംസ്ഥാന സർക്കാരും ഒക്കെ അതിശക്തമായി തന്നെ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പൊ DYFI രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ഒരു പത്രക്കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശം ചരിത്രവിരുദ്ധവും യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതുമാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. മലപ്പുറം പ്രത്യേകതരം ആളുകളുടെ രാജ്യമാണെന്നും പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനമാണെന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. സാഹോദര്യവും ബഹുസ്വരതയും ഉയർത്തിപ്പിടിച്ച ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായും സാമൂഹ്യ വിവേചനങ്ങൾക്കെതിരായും ഉജ്ജ്വലമായ പോരാട്ടം നയിച്ച ജനതയും അതിന്റെ പാരമ്പര്യം പിൻപറ്റുന്നവരുമാണ് മലപ്പുറത്ത് അധിവസിക്കുന്നത്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 മലബാർ സമരത്തിന്റെ പങ്കിലമായ ചരിത്രം നാം മറന്നുകൂടാ. മലപ്പുറം എഴുത്തച്ഛന്റെയും പൂന്താനത്തിന്റെയും EMSന്റെയും K ദാമോദരന്റെയും മഹാകവി വള്ളത്തോളിന്റെയും ഇടശ്ശേരിയുടെയും PS വാര്യരുടെയും നാടാണ്. ആ നാടിനെ പ്രത്യേക വിഭാഗത്തിൻ്റെതാണെന്ന ചാപ്പയടിക്കാൻ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടം ആദ്യം ശ്രമിച്ചു. പിന്നീട് ഹിന്ദുത്വ വർഗീയവാദികളും മലപ്പുറം ജില്ലയുടെ രൂപീകരണ ഘട്ടത്തിൽ കോൺഗ്രസും ഈ വാദം പ്രചരിപ്പിച്ചത് നാം മറന്നുകൂടാ. അത്തരം എല്ലാ വർഗീയ പരാമർശങ്ങളെയും അതിജീവിച്ചാണ് മലപ്പുറത്തെ ജനത ഒറ്റ മനസ്സോടെ അവിടെ ജീവിക്കുന്നത്. മലപ്പുറത്തെ പ്രശ്നവൽക്കരിക്കാൻ കൊളോണിയൽ കാലത്ത് തുടങ്ങിയ ശ്രമം ഏറ്റെടുക്കുകയാണ് മതരാഷ്ട്രവാദികൾ ചെയ്തത്. അത് പലരെയും വിവിധ തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത്തരം സ്വാധീനത്തിൽപ്പെട്ട് നടത്തുന്ന പ്രസ്താവനകൾ പലമതസാരമേകവാം എന്ന ശ്രീനാരായണ ദർശനത്തിന് ഘടകവിരുദ്ധമാണ് എന്നാണ് DYFI പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു പ്രതികരണം ആർക്കാണ് ഗുണം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ആരാണ് ഏറ്റുപിടിക്കുന്നത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് BJPയും സംഘപരിവാറുമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇത് സത്യത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്ന പ്രതികരണം സംഘപരിവാറിന് വളമിട്ട് കൊടുക്കുന്ന ഒന്ന് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJPയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രനുമൊക്കെ ഈ ഒരു അതായത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തെ, വർഗീയ പരാമർശത്തെ ഏറ്റെടുത്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ പൊതുവെ കണ്ടു അല്ലെ. അപ്പോ സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടേശൻ അവിടെ നടത്തിയിട്ടുള്ള പ്രസംഗം, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അവിടെ നടത്തിയിട്ടുള്ള ഈ പ്രതികരണം സത്യത്തിൽ വിമർശിക്കപ്പെടേണ്ടതാണ്. ഈ പരാമർശം നടത്തിയതിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെ തൂക്കിയെടുത്ത് അകത്തിടേണ്ടതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. PC ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു വർഗീയ പരാമർശം തന്നെയല്ലേ വെള്ളാപ്പള്ളി നടേശന് നടത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ട് യാതൊരു തർക്കവുമില്ല. PC ജോർജ് നടത്തിയിട്ടുള്ള അതേ രീതിയിലുള്ള പരാമർശം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് സംഘപരിവാറിനെ സുഖിപ്പിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഇടക്കാലത്ത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് എന്റെ നിലപാട്. നോക്കൂ, രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധ്യക്ഷനായപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒതളങ്ങയാണ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു അവസരവാദിയാണെന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല. കാരണം അയാൾക്കറിയാം ഏത് രീതിയിൽ എങ്ങനെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം പയറ്റണമെന്ന്. പലപ്പോഴും പലതും പറഞ്ഞ് പിന്നീട് മാറ്റി പറഞ്ഞൊക്കെ പല രീതിയിൽ നമ്മുടെ മുമ്പിൽ താൻ ഒരു ഓന്താണ് എന്ന് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഇതിനു മുമ്പ് പിണറായി വിജയന്റെ പോലീസ് കേസെടുത്തിട്ടുള്ള കഥയൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പോ പിണറായി വിജയന് സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശന് നല്ല ഭയമാണ്. മാത്രവുമല്ല, വെള്ളാപ്പള്ളി നടേശൻ ആരാണ്? മൈക്രോ ഫിനാൻസ് കേസിലെ പ്രതിയാണ് അല്ലെ. 15 കോടി രൂപ തട്ടിയ കേസിൽ VS അച്യുതാനന്ദൻ ഇയാൾക്കെതിരെ നടത്തിയ നിയമ പോരാട്ടമൊക്കെ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് VS അച്യുതാനന്ദനെയൊക്കെ പറ്റി പറയാൻ നേരത്ത് അണ്ണന് ഭയങ്കര ഹാലിളകും. മാത്രമല്ല, ഇയാൾ ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു അടിയാണ് പലപ്പോഴും പ്രതികരണങ്ങളിലൂടെ നടത്താറുള്ളത്. അതെങ്ങനെയാണ് നടത്തുന്നത്? ഇയാള് ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കില്ല, കേന്ദ്ര സർക്കാരിനെ ഒരു രീതിയിലും വിഷമിപ്പിക്കില്ല. എന്നാൽ ഇയാൾ ഇടതുപക്ഷത്തിനൊപ്പമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇടതുപക്ഷത്തിനൊപ്പമല്ല എന്നതാണ് മറ്റൊരു കാര്യം. എന്നാൽ ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇയാൾ രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഇയാളുടെ പല പ്രതികരണങ്ങളും പലപ്പോഴും LDFന് ക്ഷീണമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയേണ്ടതുള്ളത്. മുസ്ലിം പ്രീണനമാണ് ഇടതുപക്ഷം നടത്തുന്നത് എന്ന രീതിയിലുള്ള ഒരു അത്തരത്തിലുള്ള നേരത്തെയൊക്കെ ഇലക്ഷൻ സമയത്ത് പലരും പാടി നടന്ന പല കുപ്രചരണങ്ങളുണ്ടല്ലോ. ആ കുപ്രചരണങ്ങൾക്കൊക്കെ വേഗത കൂട്ടിയത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ പല പ്രതികരണങ്ങളായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ സത്യത്തിൽ ഇടതുപക്ഷത്തിന് ഒരു വലിയ തലവേദനയാണെന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിനെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്ത രംഗത്തേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. BDGS എന്ന് പറയുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ ആരാണ്? ഇയാളുടെ മകനാണ്, തുഷാർ വെള്ളാപ്പള്ളിയാണ്. ഈ തുഷാർ വെള്ളാപ്പള്ളി ആരാണ്? തുഷാർ വെള്ളാപ്പള്ളി BJPക്ക് വേണ്ടി കൊടി പിടിച്ചറിയാമല്ലോ. അവരെ ഘടകകക്ഷി ആയതുകൊണ്ട് മോദി ഭക്തനായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ വീട്ടില് ഈ പറയുന്ന പോലെ മകൻ
BJP-കാരൻ, അതായത് VDJS-കാരൻ അപ്പൻ ഈ പറയുന്നത് പോലെ ഒതളങ്ങയാണ്, അങ്ങോട്ട് ഉരുളും ഇങ്ങോട്ട് ഉരുളും. അങ്ങനെയാണ് ഇവരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള തന്ത്രശാലികളൊക്കെ എക്കാലത്തും പിടിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത് കേട്ടോ. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. താൻ ഈ പറയുന്നത് പോലെ മതേതര മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു കിടന്ന വെള്ളാപ്പള്ളി നടേശന്റെ അകത്ത് കിടന്ന യഥാർത്ഥ വിഷമാണ് സത്യത്തിൽ ഈ ഒരു പ്രതികരണത്തിലൂടെ, ഈ പ്രസംഗത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് ഒരിക്കലും വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കാനും പറ്റില്ല. മതേതര വിശ്വാസികൾക്ക് അയാളെ തള്ളിക്കളയാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുമാരനാശാനൊക്കെ ഇരുന്ന സീറ്റിലാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളൊക്കെ ഇരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ അപമാനം തോന്നിപ്പോവുകയാണ് വെള്ളാപ്പള്ളി നടേശനോട് എന്ന് മാത്രമാണ് പറയാനുള്ളത്. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഇത്ര ഹാലിളകുന്നത് എന്ന് ചോദിച്ചു വെക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഭാഷ പോലും, ആ ഭാഷയുടെ ഈ പറയുന്ന പിതാവ് എന്ന് പറയുന്ന എഴുത്തച്ഛന്റെ നാട് എവിടെയാണ്? മലപ്പുറമാണ് എന്ന കാര്യം മറന്നു പോകരുത്. മാത്രമല്ല നോക്കൂ, ഈ മലപ്പുറത്തെ കടന്നാക്രമിക്കാനുള്ള സംഘപരിവാറിന്റെയും BJP-യുടെ ഒക്കെ അജണ്ട ഇന്നും ഒന്നല്ലേ ഒന്നും തുടങ്ങിയതല്ല കേട്ടോ. ഓർക്കുന്നില്ലേ, മുഖ്യമന്ത്രിയെ ഉപയോഗിച്ചുകൊണ്ട് മലപ്പുറത്തിനെതിരെ ഒരു വ്യാജ പ്രചരണം നടത്തിയത് എല്ലാവരും മുമ്പിലും ഉണ്ട് അല്ലെ. ദ ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രത്തിൽ ഒരു ഇന്റർവ്യൂ വരികയാണ്. മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ്. ആ ഇന്റർവ്യൂവിൽ മുഖ്യമന്ത്രി പറയാത്ത ഒന്ന് മലപ്പുറത്തെ പറ്റി പറഞ്ഞു എന്ന രീതിയിൽ അച്ചടിച്ചു വന്ന കാര്യം നമ്മൾ മറന്നിട്ടില്ല. ഞാൻ അതിവിടെ ആവർത്തിക്കുന്നില്ല, കാരണം മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഒരു വ്യാജ വാർത്ത റിപ്പീറ്റ് ചെയ്യാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അതിവിടെ ഞാൻ പറയുന്നില്ല. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? അത് വ്യാജ വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും രംഗത്തേക്ക് വന്നപ്പോൾ ദ ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രം മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്ന കാഴ്ച നമ്മൾ കണ്ടുവല്ലേ. പക്ഷേ ഈ മാപ്പിനപ്പുറത്തേക്ക് ഇവർക്ക് വേണ്ടത് എന്താണ്? ആദ്യം വ്യാജവാർത്ത പ്രചരിപ്പിക്കുക, അത് നല്ല രീതിയിൽ സർക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം ഈ മാപ്പ് എന്ത് ചെയ്യും? ഒരു ചെറിയ കോളത്തിലങ്ങ് ഒളിപ്പിച്ചു വെക്കുക. ഇതാണ് ഈ മാധ്യമങ്ങൾ നടത്തുന്ന തന്ത്രം എന്ന് പറയുന്നത്. പക്ഷെ എന്ത് തന്ത്രമായാലും ആ തന്ത്രത്തിന് പിന്നിൽ ഒരു സംഘപരിവാർ രാഷ്ട്രീയം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ നാട് അറിയാമല്ലോ, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ തോളോട് തോൾ ചേർന്ന് നടക്കുന്ന, മതേതര മനസ്സിന് കളങ്കം സംഭവിക്കാതെ നമ്മൾ എല്ലാവരും ആ രീതിയിൽ കൊണ്ടുപോയി നടക്കുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ ആ കേരളത്തിൽ വർഗീയ വിത്തുകൾ വാരി വിതറിക്കൊണ്ട് ഇവിടെ സംഘപരിവാറിന്റെ വേരുറപ്പിക്കുക എന്നതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചില ആളുകളൊക്കെ നടത്തുന്ന പ്രസ്താവനകൾ, പ്രതികരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇവർ രംഗത്തേക്ക് വരും. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അറിയാമല്ലോ, അദ്ദേഹം SNDP-യുടെ ആരാണ്? വെള്ളാപ്പള്ളി നടേശൻ SNDP-യുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോ അത്തരത്തിലുള്ള ആളുകൾ നടത്തുന്ന പ്രതികരണം എടുത്തുകൊണ്ട് നോക്കൂ, ദേ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ, ഈ പ്രതികരണങ്ങൾക്ക് തീ പിടിപ്പിച്ചുകൊണ്ട് ഇവര് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന രീതിയിലുള്ള പല വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തും കേട്ടോ. എന്നിട്ട് SNDP-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ഈ പ്രതികരണം നോക്കൂ, SNDP-യുടെ ജനറൽ സെക്രട്ടറി പോലും പറയുന്നു ഇങ്ങനെയാണ് മലപ്പുറം എന്ന രീതിയിലേക്കുള്ള ഒരു വേർഷനൊക്കെ കൊടുത്തുകൊണ്ട് സംഘപരിവാറും BJP-യും ഇതിനെ വലിയ രീതിയിൽ അങ്ങ് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങ് തീ പിടിപ്പിക്കുകയാണ്. ഈ തീ പിടിപ്പിക്കുന്നത് മൂലം എന്താണ് സംഭവിക്കുന്നത്? പല രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഉടലെടുക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് ഇവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള കളികൾ ആരംഭിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ വളരെ ശ്രദ്ധയോടെ നോക്കി നിൽക്കേണ്ടതുണ്ട്. നോക്കി, വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്താണ് ഈ വഖഫ് ബില്ല്. സത്യത്തിൽ ക്രൈസ്തവരെയും ന്യൂനപക്ഷങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒന്നാണ് ആ ബില്ല് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ വഖഫ് ബോർഡിന്റെ സ്വത്തുകളൊക്കെ ഈ പറയുന്നത് പോലെ സർക്കാർ പിടിച്ചെടുക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നു. ഇനിയിപ്പോ അതിന്റെ തലപ്പത്ത് ആരെ നിർത്തണം, ആ സ്വത്തൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഇവർ തീരുമാനിക്കും. ഇന്ന് മുസ്ലിമുകളെ തേടി വന്നെങ്കിൽ നാളെ ക്രൈസ്തവരെ തേടി വരും, യാതൊരു സംശയവുമില്ല. RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ കത്തോലിക്ക സഭയെ പറ്റി പറഞ്ഞതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. സർക്കാരിന് ശേഷം ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് കത്തോലിക്ക സഭയ്ക്കാണ് എന്നാണ് പറഞ്ഞത്. പിന്നീട് അത് റിമൂവ് ചെയ്യുന്ന പിൻവലിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോ എല്ലാവരെയും തേടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംഘപരിവാരങ്ങൾ. എന്തായാലും സംഘപരിവാരങ്ങൾക്ക് വളമിട്ടുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവരുടെയൊക്കെ തനിമുഖം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഈ മൈക്കിന് മുമ്പിൽ നിന്ന് പ്രസംഗിച്ച ആ പ്രസംഗം, മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ആ വർഗീയ പ്രസംഗം, സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈ ചെങ്ങാതിയെ തുറന്നു കാട്ടി എന്നത് മാത്രമല്ല, ഈ ചെങ്ങാതിനെ സത്യത്തിൽ ആ വർഗീയ പരാമർശം നടത്തിയതിന്റെ പേരിൽ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് കേരള പോലീസ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആ ഒരു പ്രതികരണം മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രതികരണം അയാള് ചുമ്മാ നടത്തിയതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും കൊടുക്കേണ്ട, അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങളെ കാണേണ്ട നിലയിൽ തന്നെ കാണുകയും അതിന്റെ ഭാഗമായിട്ട് ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതുമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.